നമസ്കാരം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ UDF-ലെ 3ാം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് ലഭിച്ചേക്കില്ല. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശമാണ് ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മറ്റന്നാൾ ചേരുന്ന ലീഗ് യോഗം നിർദ്ദേശം ചർച്ച ചെയ്യും. ഉഭയകക്ഷി ചർച്ച തൃപ്തികരമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ലീഗിന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. കാണാം ലീഡ് സ്റ്റോറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു ലീഗ് നിലപാട്. എന്നാൽ സീറ്റ് നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നും കോൺഗ്രസ് നിർദ്ദേശം വച്ചു. കൊച്ചിയിൽ ചേർന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിലായിരുന്നു തീരുമാനം. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് യോഗത്തിൽ കോൺഗ്രസ് നിർദ്ദേശങ്ങൾ ചർച്ചയാകും. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. രാജ്യസഭാ സീറ്റ് നിർദ്ദേശം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും AICC അറിയിക്കും. ചർച്ചയാണത്. ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. 3ാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും നമ്മൾ. ഉഭയകക്ഷി ചർച്ച തൃപ്തികരമെന്ന് കോൺഗ്രസ് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങൾ എത്ര വർഷത്തെ ബന്ധമുള്ള രണ്ട് സഹോദര പാർട്ടികളാണ്, എത്രയോ വർഷത്തെ ബന്ധമുള്ള. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. 3 സീറ്റല്ല, അതിൽ കൂടുതൽ ലീഗിന് അവകാശമുണ്ടെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ 3 സീറ്റിനല്ല, ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അതിൽ കൂടുതൽ സീറ്റിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട്, അതിൻ്റെ സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ സമവായ നീക്കങ്ങളോട് ലീഗ് വഴങ്ങാനാണ് സാധ്യത. 24 കൊച്ചി. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയെ വിമർശിച്ചും പരിഹസിച്ചും LDF നേതാക്കൾ. BJP പ്രസിഡന്റും കോൺഗ്രസ് അധ്യക്ഷനും പറയുന്നത് ഒരേ കാര്യങ്ങളാണെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിമർശനം. എന്ത് തെറിയും പറയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. സമരാഗ്നി യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ VD സതീശനെതിരായ നീരസ പ്രകടനം. സുധാകരന്റെ പരാമർശം ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചോദിച്ചു. ഞാനിപ്പോൾ CPIM-ൽ പ്രവർത്തിക്കുന്നയാളാണ്. ഞങ്ങൾ CPIM പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേ എന്നാണ്. കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത്? ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കും. K സുധാകരന്റെ അസഭ്യവർഷത്തിൽ EP ജയരാജന്റെ പ്രതികരണം ഇങ്ങനെ: അത് നിങ്ങൾ മാധ്യമക്കാർ തന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് UDF എന്ന് പറഞ്ഞാൽ എന്ത് തെറിയും പറയുക. ആ തെറി പറയുകയും എന്നിട്ട് അവസാനം ഞങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട സഹോദരങ്ങളാണ്, അതാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ബഹുജനങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ളൊരു പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കണമോ, ഒരു മുന്നണിക്ക് പിന്നിൽ അണിനിരക്കണമോ എന്ന് അവർ കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. K സുധാകരന്റെ പരാമർശം കണ്ടപ്പോൾ VKN കഥ ഓർമ്മ വന്നുവെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവർ തമ്മിൽ യാതൊരു തെറ്റിദ്ധാരണയുമില്ല എന്ന കാര്യം രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ആ സംഭവം കണ്ടപ്പോൾ ഞാൻ VKN ഒരു ആരാധകനാണ്. ഞാൻ VKN കഥകളൊക്കെ തന്നെ വായിക്കാറുണ്ട്. ഞാൻ ശങ്കുണ്ണി മേനോൻ എന്ന് പറഞ്ഞ സ്വതപ്രതാപിയായ ഒരു ജന്മി മരിച്ചപ്പോഴുള്ള ഒരു കഥ ഞാൻ ഇന്നലെ വായിക്കേണ്ടായി. ആ കഥയാണ് എനിക്ക് ഓർത്തുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുധാകരനും സതീശനും ഇടയിലെ നീരസം ചർച്ചയാക്കാനാണ് LDF-ന്റെ നീക്കം. 24 കോഴിക്കോട്. CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നടക്കും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്ക് AIYF നേതാവും കൃഷിമന്ത്രി P പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ CA അരുൺകുമാറിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും അംഗീകരിച്ച പട്ടികയിൽ അരുൺകുമാറാണ് 1ാം പേരുകാരൻ. ജില്ലാ കമ്മിറ്റി അംഗം MC സിദ്ധാർത്ഥൻ, AIYF നേതാവ് M സന്തോഷ് കുമാർ എന്നിവരുടെ പേരും പട്ടികയിലുണ്ട്. അരുൺകുമാർ സ്ഥാനാർത്ഥിയാകണമെന്ന് ജില്ലാ കൗൺസിലിൽ പൊതുവികാരമുയർന്നു. കൊല്ലം, കോട്ടയം ജില്ലാ കൗൺസിലുകൾ അരുൺകുമാറിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല.
ചർച്ച് ബില്ലിലൂടെ ഓർത്തഡോക്സ് സഭയുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താം എന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സഭയുടെ അസ്ഥിവാരം തോണ്ടുന്ന ഒരു സമാധാന ചർച്ചയ്ക്കും തങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. അതേസമയം സഭാതർക്കം അവസാനിപ്പിക്കാനാണ് ചർച്ച് ബില്ലെന്നും എല്ലാവരുടെയും പിന്തുണയുണ്ടെന്നും യാക്കോബായ സഭ പ്രതികരിച്ചു. കോട്ടയത്ത് നടന്ന മാർത്തോമ പൈതൃക സംഗമ സമ്മേളനത്തിലാണ് കാത്തോലിക്ക ബാവ ചർച്ച് ബില്ലിൽ സഭയുടെ നിലപാട് ആവർത്തിച്ചത്. സുപ്രീം കോടതി വിധി ലംഘിച്ച് നിയമം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല. സഭയുടെ അസ്ഥിവാരം തകർക്കാനുള്ള ശ്രമങ്ങൾ ചെറുക്കുമെന്നും കാത്തോലിക്ക ബാവ പറഞ്ഞു. സമാധാന ചർച്ചകൾക്ക് സഭ എന്നും തയ്യാറായിട്ടുണ്ട്, ഇന്നും തയ്യാറാണ്, നാളെയും തയ്യാറാണ്. പക്ഷേ സഭയുടെ അസ്ഥിവാരം തോണ്ടുന്ന ഒരു സമാധാന സമിതിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കും. എന്നാൽ ചർച്ച് ബില്ലിനെ ഓർത്തഡോക്സ് സഭ എതിർക്കുന്നത് എന്തിനാണെന്നാണ് യാക്കോബായ വിഭാഗം ചോദിക്കുന്നത്. കേരള സമൂഹം ആഗ്രഹിക്കുന്നത് സഭാതർക്കം അവസാനിപ്പിക്കാനാണ്. അതിനുവേണ്ടിയാണ് ചർച്ച് ബില്ലെന്നും യാക്കോബായ സഭ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് പ്രതികരിച്ചു. ആക്ഷേപങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനോ പൊതുസമൂഹത്തിന് എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടാക്കുവാനോ ഒന്നും നമ്മുടെ വിശ്വാസി സമൂഹം ഒരിക്കൽ പോലും അതിനുവേണ്ടി മുതിർന്നിട്ടില്ല. നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് നീതി ഉറപ്പാക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി കേരള ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ബില്ലിന് ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മന്ത്രിമാരായ വീണ ജോർജിനെയും വി എൻ വാസവനെയും വേദിയിലിരുത്തിയായിരുന്നു കാത്തോലിക്ക ബാവയുടെ പ്രതികരണം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി കരിങ്ങാച്ചിറയിൽ നടന്ന പരിപാടിയിലാണ് യാക്കോബായ സഭ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 ഒറ്റയ്ക്ക് മത്സരിക്കും. ചാലക്കുടിയിലും എറണാകുളത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബിജെപിയുമായി സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് 2020 സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നമ്മുടെ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിലേക്ക് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ചാർലി പോൾ. അദ്ദേഹം വളരെ സമീപമായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം സമരയിൽ നിന്ന് അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് AAPയുമായിരുന്നു സഖ്യം 2020-ക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJPയോട് സഹകരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ചാലക്കുടിയിലും എറണാകുളത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? 2020 കൂടി മത്സര ചിത്രത്തിലേക്ക് വരുമ്പോൾ മുന്നണികളുടെ വോട്ടുകളെ അതെങ്ങനെ ഭിന്നിപ്പിക്കും, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആശങ്കയുണ്ടാകാൻ പോകുന്നത്? ഗൂഗിൾ എന്തായാലും 2 സ്ഥാനാർത്ഥികളെയാണ് ഇന്നത്തെ മഹാസംഗമത്തിൽ 2020 പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഇതിന് നേരത്തെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി 2020 BJPയുമായി സഖ്യത്തിൽ ഏർപ്പെടുമെന്നും എറണാകുളം മണ്ഡലത്തിൽ സാബു എം ജേക്കബ് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നും കെ സുരേന്ദ്രൻ സാബു എം ജേക്കബുമായി ചർച്ച നടത്തി എന്നും അടക്കമുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ആ അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സാബു എം ജേക്കബ് 2020 ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2020യുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 2 പേരെയാണ് അവർ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് ചാർലി പോളാണ്. ഒപ്പം എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുക അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ്. ആന്റണി ജൂഡ് 28 വയസ്സുകാരനാണ്. ഒരു പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു യുവാവിനെ തന്നെയാണ് എറണാകുളം മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹം തേവര സ്വദേശിയാണ്. എന്തായാലും ഇങ്ങനെ ഈ 2020യുമായി ചേർന്ന് പ്രവർത്തിക്കുകയും പൊതുമണ്ഡലത്തിൽ ഇടപെടുകയും ചെയ്യുന്ന 2 പേർ എന്നുള്ള അവകാശവാദത്തോടെയാണ് ഈ 2 പേരെയും 2020 അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സുരേന്ദ്രനുമൊക്കെ BJPയുമൊക്കെ ചേർന്ന് പടർന്നിരുന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രനെ ഇന്നേ വരെ നേരിൽ കണ്ടിട്ട് പോലുമില്ല എന്നുകൂടി സാബു എം ജേക്കബ് പറയുന്നുണ്ട്. ഒപ്പം ചില മുന്നറിയിപ്പുകൾ കൂടി സാബു എം ജേക്കബ് ഇന്നത്തെ മഹാസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ചില കേസുകളിൽ പല കേസുകളിലായി അദ്ദേഹത്തെ ജയിലിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനെയൊക്കെ ചെറുക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കുമെന്നുള്ളൊരു ഭീഷണി കൂടി സാബു എം ജേക്കബ് നടത്തുന്നുണ്ട്. അത് സ്വപ്ന സുരേഷ് കൊണ്ടുവന്നതുപോലെ ചെറിയൊരു ബോംബായിരിക്കില്ല അതിനുതകുന്ന, അതായത് പിണറായി വിജയന്റെ മകളെ ജയിലിലാക്കാൻ കഴിയുന്ന ഒരു ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി, ഒരു വെല്ലുവിളി കൂടി ഇന്നത്തെ മഹാസമ്മേളനത്തിൽ സാബു എം ജേക്കബ് നടത്തിയിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് 2020 മത്സരിക്കുമ്പോൾ അത് മുന്നണികളെ ഏത് തരത്തിലൊക്കെ ബാധിക്കും എന്നടക്കമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടി ഉയരുകയാണ്. എന്തായാലും ഒറ്റയ്ക്കാണ് മത്സരം എന്നുള്ള കാര്യം 2020 വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഗൂഗിൾ.
ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. 2020 ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ ചാലക്കുടിയിലും എറണാകുളത്തും അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കുന്നു 2020. അതാരുടെയൊക്കെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നത് കണ്ടറിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം പല പഞ്ചായത്തുകളിലുമുള്ള 2020യുടെ മത്സര രംഗത്തേക്കുള്ള വരവ് അത് ഏത് തരത്തിൽ ഈ മണ്ഡലങ്ങളിലെ പൊതുചിത്രത്തെ വോട്ട് ഷെയറിനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ CPM-ന് ചില മുന്നറിയിപ്പുകളും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ സാബു എം ജേക്കബ്. പൊങ്കാലയിട്ട് ഭക്തലക്ഷങ്ങൾ. ഭക്തി നിർവൃതിയിൽ യാഗശാലയായി തലസ്ഥാന നഗരി. വ്രതം നോറ്റെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. രാവിലെ 10:30 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ തുടങ്ങിയ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നിവേദ്യത്തോടെ പൂർത്തിയായി. കാത്തിരിപ്പിന്റെയും വ്രതനിഷ്ഠയുടെയും സാഫല്യമായാണ് പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചത്. ഭക്തി ജ്വലിച്ചു നിന്ന പകലിൽ വേനൽ ചൂടിനെ വകവയ്ക്കാതെ തീർത്ഥാടകർ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തി. ശ്രീകോവിലിൽ നിന്ന് തന്ത്രി തെക്കേടത്ത പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു നൽകി. പിന്നാലെ മേൽശാന്തിയും സഹമേൽശാന്തിമാരും ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി തെളിയിച്ചു. പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെ നാടെങ്ങുമുള്ള ഭക്തലക്ഷങ്ങൾ പൊങ്കാല ആരംഭിച്ചു. പിന്നെ പൊങ്കാലക്കലങ്ങൾ തിളച്ചുമറിയുന്നതിനുള്ള കാത്തിരിപ്പ്. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. വ്യോമസേനാ വിമാനത്തിൽ പുഷ്പവൃഷ്ടി. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലെ പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചതിന്റെ സംതൃപ്തിയിൽ തീർത്ഥാടകർ. ഞാൻ എത്തിയിട്ടുണ്ട്. കുറെ പേരുണ്ടോ? നിങ്ങൾ സ്ത്രീകളുടെ കൂട്ടമാണ് അല്ലേ? എല്ലാരും നമ്മളെ പോലെ അല്ലേ? എല്ലാ ദിവസവും വരുമോ? അല്ലാതെ എന്നും വരും. ഇന്ന് 9ാമത്തെ ദിവസം അടുപ്പിച്ച് വന്നു. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 10 കിലോമീറ്ററോളം പരിധിയിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. തിരുവനന്തപുരം. പതിവ് തെറ്റിക്കാതെ നിരവധി സിനിമാ സീരിയൽ താരങ്ങളും ഇത്തവണ പൊങ്കാലയിട്ടു. ചിപ്പിയും ജലജയും അടക്കം ആറ്റുകാലമ്മയുടെ തിരുനടയിലാണ് പൊങ്കാല അർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും സുരേഷ് ഗോപിയും കുടുംബവും ശാസ്തമംഗലത്തെ വീട്ടിൽ പൊങ്കാലയിട്ടു. ക്ഷേത്രനടയുടെ പരിസരത്ത് ഗൗരി നന്ദനത്തിലായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളുടെ നീണ്ട നിര. ചിപ്പിയും ജലജയും കൃഷ്ണപ്രഭയുമെല്ലാം ഭക്തിയോടെ പൊങ്കാലയർപ്പിച്ചു. ആറ്റുകാലമ്മയോടുള്ള വിശ്വാസമാണ് ഓരോ വർഷവും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതെന്ന് സിനിമാ താരം ചിപ്പി. ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പൊങ്കാലയുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ക്ഷേത്രത്തിൻ്റെ ഇത്ര അടുത്ത് ഇടാനൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്നിടുന്ന പോലെ അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇക്കുറിയും പൊങ്കാല ഇടാൻ സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ജലജ. പ്രത്യേക നൈവേദ്യമല്ല, എല്ലാ പ്രാവശ്യം അമ്മയ്ക്ക് വന്ന് പായസം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെയാണ്. വന്നിടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ഉത്സവമാണ് പൊങ്കാലയെന്ന കൃഷ്ണപ്രഭ. പിന്നെ തിരുവനന്തപുരത്തുകാരുടെ ഒരു ഉത്സവമാണ്. നമ്മളിപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ അല്ല, ഓണമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒരുപാട് ആഘോഷിക്കുന്നത് തിരുവനന്തപുരംകാരുടെ ഒരു ഉത്സവം എന്ന് പറയുന്നത് പൊങ്കാലയാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായാണ് വീട്ടിൽ പൊങ്കാല ഇടുന്നതെന്ന് ആനി. ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അമ്മയില്ല. പക്ഷെ എന്നാലും അമ്മേനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മ ഈ വരാന്തേ തന്നെ ഒരു കസേരയിൽ ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്ങിൽ അമ്മേനെയും കൂടെ നിർത്തിയിടാന്ന് വിചാരിച്ചു. ആ ചടങ്ങ് പിന്നെ തെറ്റിച്ചില്ല. പാൽക്കുളങ്ങരയിലെ വീട്ടിലായിരുന്നു വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ എസ് അയ്യരുടെ പൊങ്കാല. രാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി ലക്ഷ്മി ഗൗരി ഭുവനേശ്വരി.
സ്ത്രീകൾക്ക് ശക്തി പകരുന്ന ആചാരമെന്ന് സുരേഷ് ഗോപി. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. 1990 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണ് പൊങ്കാല വരുന്ന വർഷത്തെ. അന്ന് മുതൽ പൊങ്കാല മുത്തശ്ശിയുടെ സാന്നിധ്യത്തിലിട്ടിരുന്നു. എൻ്റെ അമ്മയും കുടുംബവും ഞങ്ങളുടെ കുടുംബക്കാരിലെ സ്ത്രീപക്ഷങ്ങളെല്ലാം വന്ന് ഈ ആചാരം തുടങ്ങി വെച്ചു. ഫ്ലവേഴ്സ് TV സംപ്രേക്ഷണം ചെയ്യുന്ന ആറ്റുകാലമ്മ സീരിയൽ ഫെയിം സംസ്കൃതി ഷേണായി ഉൾപ്പെടെ ആദ്യമായി പൊങ്കാലർപ്പിക്കാനെത്തിയ പ്രമുഖരും നിരവധി. രാജ്ഭവന് മുന്നിൽ പൊങ്കാലർപ്പിച്ച ഭക്തജനങ്ങൾക്ക് ഗവർണറുടെ ഭാര്യ രേഷ്മ ആരിഫ് സംഭാര വിതരണം ചെയ്തു. തിരുവനന്തപുരം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് മടങ്ങിയ പതിനായിരങ്ങളാണ് ഒരേ സമയം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്നതുപോലെ പൊങ്കാലയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരവും നഗരവും വൃത്തിയാക്കുന്ന ജോലിയും തൊട്ടു പിന്നാലെ ആരംഭിച്ചു. ഭക്തിയിൽ മുഖരിതമായി ആറ്റുകാലമ്മയ്ക്ക് നൈവേദ്യമർപ്പിച്ച വിശ്വാസികളുടെ മടക്കയാത്ര. ഉച്ചയ്ക്ക് 2:30 നിവേദിക്കൽ ചടങ്ങിന് ശേഷം പണ്ടാരയെടുപ്പിൽ പുണ്യാഹം തളിച്ചതോടെയാണ് പല നാടുകളിൽ നിന്നെത്തിയ ഭക്തരുടെ മടക്കം. ഭക്തർക്കായി പ്രത്യേക സർവീസുകളാണ് KSRTCയും റെയിൽവേയും ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിൽ മാത്രം 300 സർവീസുകളും 200 അന്തർജില്ലാ സർവീസുകളുമാണ് നടത്തുക. കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലും വലിയ തിരക്കാണ്. ക്ഷേത്ര പരിസരവും നഗരവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. പൊങ്കാല ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാല അർപ്പിച്ചുള്ള പ്രതിഷേധവും നടന്നു. ഇത്തവണ CPO റാങ്ക് ഹോൾഡേഴ്സും അമ്മമാരുമാണ് പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചത്. ആറ്റുകാലിൽ പണ്ടാര അടുപ്പിൽ തീ പകർന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ 51 കലങ്ങളിലായി പ്രതിഷേധ പൊങ്കാലയ്ക്കും തീ പകർന്നു. 2019 റാങ്ക് ലിസ്റ്റിലുള്ള CPO ഉദ്യോഗാർത്ഥികളും അമ്മമാരുമാണ് പൊങ്കാല അർപ്പിച്ചും പ്രതിഷേധമുയർത്തിയത്. CPO റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. 13,000-ഓളം പേരുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ ആകെ 3,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ പുറത്താണ്. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ ഒരു പൊങ്കാല വരുന്നു. ഈ ഒരു പൊങ്കാല വന്നതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് PSCയുടെ തുഗ്ലക് പരിഷ്കരണമാണ്. എന്നിട്ട് പോലും നമ്മളെ കണ്ടില്ലാതെ നടിക്കുന്ന ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു നയത്തെയും PSCയുടെ ഒരു നയത്തെയും ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊങ്കാല. അതൊരു പ്രതിഷേധമല്ല, പ്രാർത്ഥനയാണ്. അർഹതപ്പെട്ട ജോലി മക്കൾക്ക് കിട്ടാത്തതിൽ പൊങ്കാലയിടാനെത്തിയ അമ്മമാരും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അവർ കഷ്ടപ്പെട്ടാണ് ഈ ലിസ്റ്റ് വന്നത്. അതെന്തുകൊണ്ട് സർക്കാർ കണ്ണടച്ച് കാണിക്കുന്നത്? അതിനൊരു വിലയുമില്ലേ അവർ പഠിച്ചതിന്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, അല്ലാതെ വേറെ ഒന്നും അറിയണ്ട. ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ സമരത്തിലേക്ക് പോവുകയാണ്. ഇനി തൊട്ട് അമ്മമാരും സഹോദരിമാരും, അവൻ്റെ ഭാര്യയാണ്, എൻ്റെ മോൻ്റെ ഭാര്യ ഇത്, അവളെ കൂടെ ഞാൻ കൊണ്ടുവന്നേക്കുവതിന്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ ഇനി 50 ദിവസം മാത്രമാണ് ബാക്കി. അതിനുള്ളിൽ സർക്കാർ പരിഹാരം കാണണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെയും അമ്മമാരുടെയും ആവശ്യം. 24 തിരുവനന്തപുരം. ജമ്മു കശ്മീരിലെ കത്വയിൽ നിന്ന് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ചരക്ക് ട്രെയിൻ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. കത്വ സ്റ്റേഷനിൽ നിന്ന് പഞ്ചാബിലെ ഉച്ചി ബസി വരെയാണ് 53 ബോഗികളുള്ള ചരക്കു ട്രെയിൻ ഓടിയത്. ജമ്മു കശ്മീരിലെ കത്വ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ കിലോമീറ്ററുകൾ ഓടിയത്. റെയിൽവേ ട്രാക്കിന്റെ ചരിവാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതിരുന്നിട്ടും ട്രെയിൻ ഓടാൻ കാരണം. മണിക്കൂറിൽ 80 കിലോമീറ്ററായിരുന്നു ട്രെയിനിന്റെ വേഗം. ആശങ്കകൾക്കൊടുവിൽ പഞ്ചാബിലെ ഉച്ചി ബസിയിൽ ട്രെയിൻ നിർത്താൻ കഴിഞ്ഞു. റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചതായി ജമ്മു ഡിവിഷണൽ ട്രാഫിക് മാനേജർ അറിയിച്ചു. ബാലസോർ ട്രെയിൻ അപകടത്തിലെ വീഴ്ചകൾ മുൻനിൽക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും വീണ്ടുമുണ്ടാകുന്ന ഗുരുതര വീഴ്ചകൾ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. 24 ഡൽഹി.
ബി.ജെ.പിക്കെതിരെ യോജിച്ച നീക്കത്തിന് ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് ചർച്ചകൾ തുടരുന്നു. ഉത്തർപ്രദേശിന് പിന്നാലെ മധ്യപ്രദേശിലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയിലെത്തി. ഒരു സീറ്റിൽ SP മത്സരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുത്തു. സമാജ്വാദി പാർട്ടിയുമായും ആം ആദ്മി പാർട്ടിയുമായും സീറ്റ് ധാരണയിൽ വിജയം കണ്ട കോൺഗ്രസ് മറ്റു സംസ്ഥാനങ്ങളിലും യോജിച്ച പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. വിജയ സാധ്യതകൾ പരിശോധിച്ച മധ്യപ്രദേശിലെ ഗജറാവു സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് നൽകി. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുറന്ന പോര് ഒഴിവാക്കി BJPക്കെതിരായ പോരാട്ടം നടത്തണമെന്നാണ് മുതിർന്ന പ്രതിപക്ഷ നേതാക്കളുടെ അഭിപ്രായം. മഹാരാഷ്ട്രയും ബംഗാളുമാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതിസന്ധിയായി മുന്നിലുള്ളത്. ഉത്തർപ്രദേശിൽ പര്യടനം നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുത്ത അഖിലേഷ് യാദവ് നിലവിലെ വെല്ലുവിളി ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക എന്നതാണെന്നും പറഞ്ഞു. അഖിലേഷിന് പുറമെ ലോക്ദൾ അധ്യക്ഷൻ ചൗധരി സുനിൽ സിംഗ് അലിഗഡിൽ ന്യായ് യാത്രയുടെ ഭാഗമായി. 24 ഡൽഹി. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളിൽ ഇത്തവണ സ്ഥാനാർത്ഥികളെ BJP നേരത്തെ പ്രഖ്യാപിക്കും. BJP തെരഞ്ഞെടുപ്പ് സമിതി യോഗം വ്യാഴാഴ്ച ചേരും. BSP MP ഹൃദേശ് പാണ്ഡെ ഉടൻ BJP അംഗത്വം സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ തിപ്രമോദ തലവൻ പ്രത്യുത് മാണിക് ദേബ് വർമ്മൻ മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 370-ലേറെ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന BJP ഇത്തവണ ഉത്തർപ്രദേശിലെ ഓരോ സീറ്റും നിർണായകമായാണ് കാണുന്നത്. കഴിഞ്ഞ തവണ പാർട്ടിക്ക് നഷ്ടപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ച് നേരത്തെ പ്രചരണം ആരംഭിക്കാനാണ് നീക്കം. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ അവലോകനം പൂർത്തിയാക്കി. വ്യാഴാഴ്ച ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള 100 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുമെന്നാണ് സൂചന. അതേസമയം പ്രധാനമന്ത്രിയോടൊപ്പം പാർലമെന്റ് ക്യാന്റീനിൽ ഭക്ഷണം കഴിച്ച 9 MP-മാരിൽ ഒരാളായ ഹൃദേശ് പാണ്ഡെ BSPയിൽ നിന്നും രാജിവെച്ചു. അംബേദ്കർ നഗർ സീറ്റിൽ ഹൃദേശ് ഇത്തവണ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. അതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ സമരപ്രഖ്യാപനവുമായി തിപ്രമോദ രംഗത്തെത്തി. ത്രിപുരയിലെ ഗോത്രവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. 24 ഡൽഹി. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെ കുറിച്ച് CPIM മുഖപത്രം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ NSS. മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. വിമോചന സമരത്തിൽ പങ്കെടുത്ത മന്നത്തിനെ വിമർശിച്ച് ദേശാഭിമാനിയിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതാണ് NSSനെ ചൊടിപ്പിച്ചത്. അറിവിലൂന്നിയ പരിഷ്കർത്താവ് എന്ന പേരിൽ ഡോക്ടർ KS രവികുമാറിന്റെ ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. ലേഖനത്തിൽ മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ശരിയായില്ലെന്ന രീതിയിൽ പരാമർശമുണ്ടായി. ഇതാണ് NSSനെ ചൊടിപ്പിച്ചത്. ലേഖനത്തെ രൂക്ഷമായി വിമർശിച്ച ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ CPIM-നെതിരെയും വിമർശനമുന്നയിച്ചു. മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിലെന്നായിരുന്നു വിമർശനം. ആ പത്രം ഇതിനുവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന് ആദ്യം വിശേഷിപ്പിച്ച ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ദുഷ്പ്രചരണങ്ങളാൽ നായരും NSSും തളരില്ല. ഏതറ്റം വരെ പോകാനും മടിയില്ല. വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണാഭരണ ചേരിത്തിരിവുണ്ടാകാൻ ശ്രമം നടക്കുന്നതായും G. സുകുമാരൻ നായർ പറഞ്ഞു. മന്നൻ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിലാണ് സുകുമാരൻ നായരുടെ വിമർശനം. 24 കോട്ടയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം. മണിപ്പൂർ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അതിരൂപത ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണം ക്രൈസ്തവ സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നൽകണം. ക്രൈസ്തവ സമൂഹങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നിയമിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയെയും സമ്മേളനം കുറ്റപ്പെടുത്തി. കോഴിക്കോട് കുന്നമംഗലം 10-ാം മൈലിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയത്. വാട്ടർ ടാങ്കിന്റെ വാൽവിന് തകരാറുള്ളതിനാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് 6 മണിയോടെയാണ് കോഴിക്കോട് കുന്നമംഗലത്തിന് സമീപം 10-ാം മൈലിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. വെള്ളം ശക്തിയോടെ പുറത്തേക്ക് പമ്പ് ചെയ്തു.
വൈദ്യുതി ലൈനിലേക്ക് വെള്ളം പ്രവഹിച്ചതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വെള്ളക്കെട്ട് മൂലം കോഴിക്കോട് വയനാട് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആമ്പ്രമ്പലിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ നിന്നും ജലവിതരണം നടത്തുന്ന പൈപ്പാണ് പൊട്ടിയത്. വാട്ടർ ടാങ്കിന്റെ വാൽവിന് തകരാറുള്ളതിനാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ മണിക്കൂറുകളായി കുടിവെള്ളം പാഴാകുകയാണ്. 24 കോഴിക്കോട്. വയനാട് നടവയലിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പറപ്പള്ളിയിൽ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള പോത്തിനെ കടുവ കൊന്നു. 3 പോത്തുകളുമായി വയലിലേക്ക് പോകുന്നതിനിടെ കടുവയെ ആക്രമിക്കുകയായിരുന്നു. പോത്തിനെ വനത്തിനുള്ളിലേക്ക് 500 മീറ്ററോളം ഓടിച്ചു കയറ്റിയാണ് കടുവ കൊന്നത്. കടുവയെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കല്ലൂർ ഭാഗത്താണ് കൂട് സ്ഥാപിച്ചത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. എറണാകുളത്തെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷം. മലയാറ്റൂരിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പൊള്ളാച്ചിയിൽ കനാലിൽ വീണ കുട്ടിയാനയെ വനംവകുപ്പ് രക്ഷപ്പെടുത്തി. മലയാറ്റൂർ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടമെത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത്. മലയാറ്റൂരിലെ വള്ളിയാംകുളത്തും കാട്ടാനകൾ കൂട്ടമായി എത്തി. കാട്ടാനകൾ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ. തൃശൂർ കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് മറഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പൊള്ളാച്ചിയിൽ കോണ്ടൂർ കനാലിൽ വീണ ആനക്കുട്ടിയെ വനംവകുപ്പ് ജീവനക്കാർ രക്ഷപ്പെടുത്തി. പിടിയാനയ്ക്കൊപ്പം വെള്ളം കുടിക്കാനെത്തിയതായിരുന്നു കുട്ടിയാന. 24 കൊച്ചി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു ഗുജറാത്തിലെ ദ്വാരകയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആഴക്കടലിൽ മുങ്ങി ദ്വാരകാ ദർശനവും പ്രധാനമന്ത്രി നടത്തി. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഓഖയെയും ദ്വാരകാദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന 2.3 കിലോമീറ്റർ നീളം വരുന്ന പാലമാണ് സുദർശൻ സേതു. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഈ കേബിൾ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. इसमें प्रमुख है रत्नाकर सागर में ओखा और बेट द्वारका को जोड़ता 980 करोड़ रुपयों की लागत से बना केबल स्टेड सुदर्शन सेतु। आकर्षक और आलिशान इंजीनियरिंग की एक अद्भुत कमाल. 979 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത്. നടപ്പാതയുടെ വശങ്ങളിൽ ഭഗവത്ഗീത ശ്ലോകങ്ങളും ശ്രീകൃഷ്ണ ചിത്രവും ആലേഖനം ചെയ്ത പാലത്തിൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 6 വർഷം മുമ്പ് താൻ തറക്കല്ലിട്ട പാലമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി. 6 साल पहले मुझे इस सेतु के शिलान्यास का अवसर मिला था. यही ईश्वर रूपी जनता जनार्दन के सेवक മോദി की गारंटी है. ദ്വാരകയിലെ ദ്വാരകാധീശ് ക്ഷേത്രത്തിൽ ആഴക്കടലിൽ മുങ്ങി ദർശനം നടത്തിയ ചിത്രങ്ങൾ പ്രധാനമന്ത്രി പങ്കുവച്ചു. ദ്വാരകയിൽ 4150 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിട്ടു. 24 ഡൽഹി. ഉത്തർപ്രദേശിലെ കൗശാംബിയിൽ പടക്കശാലയിൽ പൊട്ടിത്തെറി. 4 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണ്. കൗശാംബിയിലെ മഹേവ ഗ്രാമത്തിലെ പടക്ക നിർമ്മാണശാലയിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സ്ഫോടനമുണ്ടായത്. സ്ഫോടന വിവരം ലഭിച്ച ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയും ആംബുലൻസും സ്ഥലത്തെത്തി. പൊട്ടിത്തെറിയിൽ 4 പേർ മരിച്ചതായും 6ഓളം പേർക്ക് പരിക്കേറ്റതായും പോലീസ് അറിയിച്ചു. और अभी तक की जो जानकारी है उसमें 4 कैजुअल्टी हुई हैं, कुछ लोग घायल हैं और एक आध उसमें सीरियस भी हैं, उनको हॉस्पिटल भिजवाया गया है. यहाँ जो ये पटाखा फैक्ट्री है रिहायशी इलाके से काफ़ी बाहर है, आप देख रहे होंगे, अलग है, इसलिए कुछ रिहायशी उसका नहीं, लेकिन जो लोग यहाँ अंदर काम कर रहे थे उन्हीं की कैजुअल्टी हुई है. फिलहाल हम लोग अभी रेस्क्यू कर रहे हैं. ജനവാസ മേഖലയിൽ നിന്നും പടക്ക നിർമ്മാണശാല അകലെയായതിനാൽ വലിയ ആളപായം ഒഴിവായി. സ്ഫോടനത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിരക്ഷാസേന അറിയിച്ചു. മരിച്ചവരെയും തിരിച്ചറിയുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പടക്ക നിർമ്മാണശാല ലൈസൻസോടെ പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. വാർത്തപ്പഴയിലേക്ക് വീണ്ടും.
റാഞ്ചി ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ വിജയത്തിലേക്ക് 192 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ മൂന്നാം ദിനത്തെ കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 4 റൺസ് എന്ന നിലയിലാണ്. 2 ദിവസം ശേഷിക്കെ 152 റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത്. 24 റൺസുമായി രോഹിത് ശർമ്മയും 16 റൺസുമായി യശസ്വി ജയ്സ്വാളുമാണ് ക്രീസിൽ. 46 റൺസിന്റെ ലീഡുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് 145 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 5 വിക്കറ്റ് എടുത്ത അശ്വിനും 4 വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവുമാണ് ഇംഗ്ലീഷ് പടയെ തകർത്തത്. 2-1 മുന്നിലുള്ള ഇന്ത്യക്ക് ഈ മത്സരം ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ഇതോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.